ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് കൈനറ്റിക് എനർജി ഇൻ ലാബ് ആൻഡ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം ആണ്. ഓക്കെ, ലാബ് സിസ്റ്റത്തിലും സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലും വരുന്ന കൈനറ്റിക് എനർജി വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, സ്കാറ്ററിംഗ് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള സ്കാറ്ററിങ്സ് പോസിബിൾ ആണ്. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്, മറ്റൊന്ന് ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ്. അപ്പോൾ ലാബ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഡിസ്കസ് ചെയ്യണം, ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലും ഇലാസ്റ്റിക് സ്കാറ്ററിംഗും ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ലാബ് സിസ്റ്റത്തിന്റെ കേസ് അറിയാലോ, ലാബ് സിസ്റ്റത്തിൽ നമുക്ക് അവിടെ ആ ഒരു M2 മാസിന് ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഓക്കെ, U2ന്റെ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻസ്. അപ്പോൾ 4 ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ ലാസ്റ്റ് കിട്ടുന്നത്. അതായത് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ലാബ് സിസ്റ്റത്തിൽ ഒരു ഇക്വേഷൻ, ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ലാബ് സിസ്റ്റത്തിൽ ഒരു ഇക്വേഷൻ, അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലും ഇലാസ്റ്റിക്കിനും ഇനിലാസ്റ്റിക്കിനും ഓരോ ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് ഫൈനലി അവിടെ കിട്ടുന്നത്. അതാണ് ശരിക്കും ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഫോർ ലാബ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കേസ് ലാബ് സിസ്റ്റം ആണ്. ലാബ് സിസ്റ്റത്തിലെ ഇലാസ്റ്റിക് കേസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഇലാസ്റ്റിക് നോക്കാം. അപ്പോൾ ഈ ഒരു ടോട്ടൽ കൈനറ്റിക് എനർജി സ്കാറ്ററിംഗിന് തൊട്ട് മുന്നേ ഉള്ള ടോട്ടൽ കൈനറ്റിക് എനർജി നമുക്ക് എന്ത് ചെയ്യാം, T0 എന്ന് എടുക്കാം. T0 വിച്ച് വിൽ ബി ഈക്വൽ ടു T1 പ്ലസ് T2. ഓക്കെ, T1 പ്ലസ് T2 നമുക്ക് എന്ത് ചെയ്യുന്നത്, T0യുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് T1ന്റെയും T2ന്റെയും വാല്യൂസ് അറിയായിരിക്കും. കാരണം എന്താണ്, ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിപ്പുവാണ്. ഓക്കെ, M1 മാസ് ഉള്ളൊരു പാർട്ടിക്കിൾ കൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്നത് M2 മാസിൽ, അല്ലെ M2 വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് ആണ്. സോ എന്തായിരിക്കും അവിടെ നമുക്ക് U2ന്റെ വാല്യൂ വിച്ച് വിൽ ബി ഈക്വൽ ടു സീറോ ആയിരിക്കും. UN വാല്യൂ UN അവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കൈനറ്റിക് എനർജി, ഒന്നാമത്തെ മാസിന്റെ M1 മാസിന്റെ കൈനറ്റിക് എനർജി വിച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു M2 U2 square. Okay, U2 which is equal to 0. Therefore, there will be no kinetic energy for the second particle. So the total kinetic energy T0 which will be equal to, we are getting, which will be equal to half into M1 U1 സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ കേസിൽ M2ന് ലാബ് സിസ്റ്റം ആണ്. M2ന് കൈനറ്റിക് എനർജി ഇല്ല, സോറി, കൈനറ്റിക് എനർജി ഇല്ല കാരണം വെലോസിറ്റി ഇല്ല. ഓക്കെ, അതുകൊണ്ട് കൈനറ്റിക് എനർജി ഇല്ല. സോ വി ആർ ഗെറ്റിംഗ് T0 is equal to half into M1 U1 സ്ക്വയർ. ഇത് ബിഫോർ സ്കാറ്ററിംഗ് ആണ്. ഇനി ആഫ്റ്റർ സ്കാറ്ററിംഗ്, ഓക്കെ, ഈ M1 മാസ് ഇവിടെ ഹിറ്റ് ചെയ്തു, സ്കാറ്റർ ചെയ്തു, പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്തു, ചിതറി പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, രണ്ടിനും അവിടെ കൈനറ്റിക് എനർജി ഉണ്ട് ലാബ് സിസ്റ്റത്തിലായാലും. കാരണം V1 എന്ന് പറയുന്ന മാസ് M1ന്റെ കൈനറ്റിക് എനർജി, സോറി, വെലോസിറ്റി, ആൻഡ് V2 ഈസ് ദ വെലോസിറ്റി ഫോർ ദ M2 പാർട്ടിക്കിൾ. ഓക്കെ, രണ്ടാമത്തെ മാസിന്റെ പാർട്ടിക്കിൾ. സോ ഇതൊരു ഇനിഷ്യൽ കൈനറ്റിക് എനർജി ആയിരുന്നു T0, ടോട്ടൽ കൈനറ്റിക് എനർജി ഫോർ ദ ഇനിഷ്യൽ കേസ്. ഇനി ഫോർ ദ ഫൈനൽ കേസ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് T0 which will be equal to half into M1 V1 square plus half into M2 V2 സ്ക്വയർ. ഓക്കെ, M2 V2 സ്ക്വയർ. അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജി ഏത് ഫൈനൽ കേസിൽ ഫോർ ദ ലാബ് സിസ്റ്റം. ഇതിൽ ഇക്വേഷൻ ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി എപ്പോഴും ഇലാസ്റ്റിക് സ്കാറ്ററിംഗിൽ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇലാസ്റ്റിക് സ്കാറ്ററിംഗിൽ എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് റിട്ടേൺ ചെയ്യുന്നു. This will be equation number 1 and this will be equation number 2. Therefore, T0 which will be equal to എന്തായിരിക്കും, സ്മോൾ T0 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് വാല്യൂസ് അവിടെ ഇക്വേറ്റ് ചെയ്യാം. ഹാഫ് ഇൻറ്റു M1 V1 സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു M2 V2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഇൻ ദ ലാബ് സിസ്റ്റം. ഓക്കെ, ലാബ് സിസ്റ്റം. അപ്പോൾ ഇത് എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 നാലായിട്ട് തന്നെ എഴുതണം. ഓക്കെ, ലാബ് സിസ്റ്റത്തിന് 2 സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന് 2. ഓക്കെ, അതിങ്ങനെ എഴുതിയിട്ട് ഈ ഒരു ലാസ്റ്റ് ഈ ഒരു ഇക്വേഷൻ വരെ എഴുതി നിർത്തണം കേട്ടോ. ഇതുവരെ എഴുതി നിർത്തല്ല, ഇതുവരെ എഴുതി നിർത്തിയാലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ലാബ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസ്. ഇനി അടുത്ത സിസ്റ്റം നോക്കാം. ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഈ കേസ് ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ
ഡിഫറൻസ് എന്താണ്? അവിടെ ആവുന്ന സമയം നമുക്ക് കൈനറ്റിക് എനർജി ഒരിക്കലും എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. പക്ഷേ എന്ത് ചെയ്യാം? ടോട്ടൽ എനർജി. ഓക്കെ. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണെന്നറിയാം. അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. എന്നിരുന്നാലും ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗിൽ ടോട്ടൽ എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഒരു റിയാക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കണം? ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്കവിടെ ഒരു റിയാക്ഷനൊക്കെ പോസിബിൾ ആവത്തുള്ളൂ. സ്കാറ്ററിംഗ് അല്ലെങ്കിൽ ഏതൊരു ഇതായാലും. ഓക്കെ. എങ്ങനെയായാലും ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിലും ലാപ്സിസിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ T0യുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ഹാഫ് ഇൻറ്റു M1 U1 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. റീസൺ എന്താണ്? U2 അല്ലെങ്കിൽ M2 മാസിന് അവിടെ ഇല്ല. ഒരു മൂവ്മെന്റ് ഇല്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു കേസാണ്. ഓക്കെ. നിങ്ങൾ ലാബ് സിസ്റ്റത്തിൽ U2ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ഡെറിവേഷൻസ് എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അത് പ്രത്യേകിച്ച് ഓർക്കണം. ഓക്കെ. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു വന്നതിലും ആകെ ആ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ലാബ് സിസ്റ്റം, സെന്റർ ഓഫ് മാസ് സിസ്റ്റം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. U2ന് അവിടെ വെലോസിറ്റി ഇല്ല എന്നുള്ളത് കൊടുത്തു. അപ്പോൾ സ്കാറ്ററിംഗിന് മുന്നേ ഉള്ള കേസ് ഇതാണ്. ഇനി സ്കാറ്ററിംഗിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്ററിംഗിന് ശേഷം ഇവിടെ ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? വേരിയേഷൻ വരാം. ഓക്കെ. അതാണ് മെയിൻലി ഒരു ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ ഒരു കേസ്. ഇലാസ്റ്റിക് സ്കാറ്ററിംഗില്. ഓക്കെ. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ വന്ന് വന്ന് തട്ടുന്നു. ഓക്കെ. ഇപ്പോൾ 2 ബോൾ വന്ന് തട്ടുന്ന ഒരു നമുക്ക് എന്ത് ചെയ്യാം? ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ ബിൽബോർഡ് ബോൾസ് തട്ടുന്നു അവർ പരസ്പരം സ്കാറ്റർ ചെയ്ത് പോകും. ഒരു മാസിലൊന്നും ഒരു ഇത് വരുന്നില്ല. ബ്രേക്കിംഗ് വരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും കൊളൈഡ് ചെയ്ത് ഇപ്പോൾ 2 സ്റ്റാർസ് തമ്മിൽ കൂട്ടിമുട്ടുവാണ്. ഓക്കെ. 2 സെലസ്റ്റിയൽ ബോഡീസ് തമ്മിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ത് ചെയ്യാം? മാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഓക്കെ. മാസ്സിൽ വേരിയേഷൻ വരാം. മാസ് വേരിയേഷൻ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കൈനറ്റിക് എനർജിയോടെ കൺസേർവ്ഡ് അല്ലാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഈ ഒരു ബിഫോർ സ്കാറ്ററിംഗ് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആഫ്റ്റർ സ്കാറ്ററിംഗ് ഇവിടെ എന്ത് ചെയ്തു? T0യുടെ വാല്യൂവില് മാസ്സിലൊരു വേരിയേഷൻ വന്നു. ഓക്കെ. ഹാഫ് ഇൻറ്റു M1 സ്റ്റാർ V1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു M2 സ്റ്റാർ V2 സ്ക്വയർ. ഓക്കെ. എന്താ ചെയ്തത്? മാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വന്നു. അപ്പോൾ മാസ്സിലൊരു വേരിയേഷൻ വന്നു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മാസ്സിൽ വേരിയേഷൻ വരത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മാസ്സിന് എന്ത് ചെയ്യാം? മാസ്സിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു കാപ്പബിലിറ്റി ഉണ്ട്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് E ഈസ് ഈക്വൽ ടു mc² എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസിലൊക്കെ പോസിബിൾ ആണ്. ഓക്കെ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഈ ഒരു മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്? എനർജീസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമുക്കിവിടെ മാസ് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എനർജി. ഓക്കെ. ഈ റിലേഷൻ യൂസ് ചെയ്ത് മാസ് നമ്മൾ എന്ത് ചെയ്യണം? എക്സൈറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് അവിടെ ഒരു സ്കാറ്ററിംഗ് നടക്കുന്ന സമയത്ത് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഇവിടെ നമുക്കൊരു എനർജി ടേം അവിടെ വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടുത്തെ എനർജി നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ദ എനർജി ആഫ്റ്റർ സ്കാറ്ററിംഗ് M1ഉം M2ഉം എക്സൈറ്റ് ചെയ്ത മാസസ് അല്ലെങ്കിൽ സ്കാറ്ററിന് ശേഷമുള്ള മാസസ് ആണ്. അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? എനർജി ചേഞ്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എനർജി ഇക്വേഷൻ ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു E1 ഈസ് ഈക്വൽ ടു M1 സ്റ്റാർ മൈനസ് M1. ഇത് എനർജി വേരിയേഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ M1ന് ആദ്യം ഒരു 10 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. സ്കാറ്ററിംഗ് കഴിഞ്ഞ ശേഷം M1 സ്റ്റാറിന്റെ വാല്യൂ എന്തായി മാറി? 5 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞു. ഓക്കെ. എക്സാമ്പിൾ ആണ്. ഒരു ജസ്റ്റ് പറയുന്ന എക്സാമ്പിൾ ആണ്. 5 കിലോഗ്രാം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. M1 സ്റ്റാർ മൈനസ് M1 ഇൻറ്റു c². c ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ. സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് c എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റിൽ സഞ്ചരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു മാസ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അത് നമുക്ക് റിലേറ്റിവിറ്റി പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു എനർജി റിലേഷൻ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡെറിവേഷന് വേണ്ടി മാത്രമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ E2 മാസും എന്ത് ചെയ്യാം? E2 മാസോടെ ചേഞ്ച് ചെയ്യാൻ ദാറ്റ് ഈസ് ദിസ് ചേഞ്ചസ് ടു M2 സ്റ്റാർ മൈനസ് M2 ഇൻറ്റു c² എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് അവിടുത്തെ എനർജി ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്കാറ്ററിംഗ് കേസിൽ നമുക്കവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും? ഓക്കെ. ടോട്ടൽ എനർജി ഇക്വേഷൻ എടുക്കാൻ പറ്റും. ദസ് ദ ഇക്വേഷൻ ഈസ് ചേഞ്ചസ് ടു ഹാഫ് ഇൻറ്റു M1 U1 സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ M1 സ്റ്റാർ കൊടുത്തിരിക്കുക. കാരണം ഇവിടെ മാസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. V1 സ്ക്വയർ വെലോസിറ്റി ഉണ്ട്. കൂടെ എന്തുണ്ട്? അടുത്ത കൈനറ്റിക് എനർജി ടേമും ഉണ്ട്. ഹാഫ് ഇൻറ്റു M2 സ്റ്റാർ. ഓക്കെ. M2 സ്റ്റാർ V2 സ്ക്വയർ കൂടെ എന്ത് ചെയ്യണം? ഈ മാസ്സിൽ ഇവിടെ നമ്മൾ ചേഞ്ച് കാണിച്ചിരിക്കുന്നുണ്ട്. ഈ മാസ് എന്തായിട്ട് മാറുന്നു? എനർജിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി കൂടി ഇവിടെ എന്ത് ചെയ്യുക? കാണിച്ചിരിക്കുക കേട്ടോ. E1 പ്ലസ് E2. ഓക്കെ.
ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ഇൻ ദ ലാബ് സിസ്റ്റം. ഓക്കെ, ഇതാണ് ലാബ് സിസ്റ്റത്തിലെ ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗിലുള്ള കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ അവിടെ നോക്കി വെച്ചേക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നതിൽ അവിടെ എന്തില്ല, മാസിന്റെ ചേഞ്ച് കാണിച്ചിട്ടില്ല. നോർമൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ. അവിടെ U2ന്റെ വാല്യൂ 0 എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ U2ന്റെ വാല്യൂ 0 തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു എനർജി ചേഞ്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ടത് സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ കേസാണ്. ഓക്കെ, നമുക്ക് സെന്റർ ഓഫ് മാസ് സിസ്റ്റം നോക്കാം. CM സിസ്റ്റം. സെന്റർ ഓഫ് മാസ് സിസ്റ്റം. അപ്പോൾ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ എന്താ വരുന്നത്? നമുക്ക് U1നും വാല്യൂ ഉണ്ട്, U2നും വാല്യൂ ഉണ്ട്. രണ്ട് പാർട്ടിക്കിൾസും മോഷനിലാണ്. ഓക്കെ, M1 മാസുള്ള പാർട്ടിക്കിളും M2 മാസുള്ള പാർട്ടിക്കിളും എന്താണ്? ഇറ്റ് ഈസ് അറ്റ് മോഷൻ. ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആവുന്ന സമയത്ത് ടോട്ടൽ എനർജി ഇവിടെ കൺസേർവ്ഡ് ആയിരിക്കും. നോൺ ഇലാസ്റ്റിക് ആവുന്ന സമയത്ത് ടോട്ടൽ എനർജി എന്തായിരിക്കത്തില്ല, കൺസേർവ്ഡ് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് T0, ഇവിടെ നമുക്ക് ഈ ഒരു സെന്റർ ഓഫ് മാസ് നമ്മളെല്ലാം T0 ഡാഷ് എന്നും ഒരു ഡാഷോടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് T0 ഡാഷിന് കൊടുക്കാം. T0 ഡാഷ് വിച്ച് വിൽ ബി ഈക്വൽ ടു T1 ഡാഷ് പ്ലസ് T2 ഡാഷ്. ഓക്കെ, T1 ഡാഷ് പ്ലസ് T2 ഡാഷ് എന്ന് കിട്ടും. ഇനിഷ്യൽ കൈനറ്റിക് എനർജി രണ്ട് പാർട്ടിക്കിൾസിനുണ്ട്, M1നും ഉണ്ട് M2നും ഉണ്ട്. ഓക്കെ, M1നും ഉണ്ട് M2നും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദസ് ദ ഇക്വേഷൻ ചേഞ്ചസ് ടു വിച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 U1 ഡാഷ് സ്ക്വയർ പ്ലസ് ഒരു ഡാഷ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് സെന്റർ ഓഫ് മാസ് സിസ്റ്റം കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ഡാഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വിട്ടുപോലെ ഹാഫ് ഇൻറ്റു M2 U2 ഡാഷ് സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ കൈനറ്റിക് എനർജി ഇനിഷ്യൽ കേസിൽ. ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, അതല്ലെങ്കിൽ ആഫ്റ്റർ കൊളിഷൻ കൈനറ്റിക് എനർജി ചേഞ്ചസ് ടു വേറെ ചേഞ്ച് ചെയ്യത്തില്ല. നമുക്ക് ആ ഒരു വാല്യൂ കിട്ടാം. T0 ഡാഷ് വിച്ച് വിൽ ബി ഈക്വൽ ടു T1 ഡാഷ് പ്ലസ് T2 ഡാഷ്. T2 ഡാഷ് ഹാഫ് ഇൻറ്റു M1 V1 സ്ക്വയർ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു M2 V2 ഡാഷ് സ്ക്വയർ. അപ്പോൾ ഇതാണ് സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതിൽ ഈ ഒരു ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഫൈനൽ ഇനിഷ്യൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി ആണെങ്കിൽ, അതായത് U1ന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയത് ഡയറക്ഷൻ നോക്കില്ല. കാരണം ഡയറക്ഷൻ ചിലപ്പോൾ മൈനസ് വാല്യൂസ് വരാം. ഓക്കെ, വെലോസിറ്റീസ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്. പക്ഷേ നമ്മൾ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൈനസ് വാല്യൂസ് വരാം. ഓക്കെ, അപ്പോൾ മൈനസ് വാല്യൂസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് മാത്രം, ഓക്കെ, മോഡുലസ് ഇട്ടിട്ട് മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഇൻ കേസ്, ഓക്കെ, V1 ഡാഷ് ഇസ് ഈക്വൽ ടു U1 ഡാഷ് ആണെങ്കിൽ, ഓക്കെ, U1 ഡാഷ് ഇസ് ഈക്വൽ ടു V1 ഡാഷ്, അതുപോലെ തന്നെ U2 ഡാഷ് ഇസ് ഈക്വൽ ടു V2 ഡാഷ് ആണെങ്കിൽ, ഓക്കെ, V2 ഡാഷ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കേസിൽ നമുക്ക് ഈ ഒരു T0 ഡാഷ് ഇസ് ഈക്വൽ ടു T1 ഡാഷ് പ്ലസ് T2 ഡാഷ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ ഈ ഒരു കൈനറ്റിക് എനർജി ഇക്വേഷൻസ് എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ, കൈനറ്റിക് എനർജി വെലോസിറ്റീസിന്റെ റിലേഷൻസ് എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇതെന്ത് ചെയ്യും, പോസിബിൾ ആണ്. ഓക്കെ, കേസ് ആയിട്ടല്ല പറയുന്നത്, അത് പോസിബിൾ ആണ്. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആവുന്ന സമയത്ത് ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റീസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് T0 is equal to T1 dash plus T2 dash which will be equal to T2 dash plus T1 dash എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് T0 dash is equal to T1 dash ആയിരിക്കും. ഓക്കെ, T0 dash, ഓക്കെ, സ്മോൾ T0 dash. ഇതാണ് എന്ത് നമുക്ക് അവിടെ ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടുന്നത് ഇൻ എ സെന്റർ ഓഫ് മാസ് സിസ്റ്റം. ഇതിൽ സെന്റർ ഓഫ് മാസ് സിസ്റ്റം നമ്മുടെ ഈ ഒരു ലാബ് സിസ്റ്റത്തിന്റെ ഇതിൽ മൂവ് ചെയ്യുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ലാബ് സിസ്റ്റം റെസ്റ്റിംഗ് പൊസിഷനിലാണ്. സെന്റർ ഓഫ് മാസ് സിസ്റ്റം V വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു ലാബ് സിസ്റ്റം. ഓക്കെ, അതായത് ഇപ്പോൾ രണ്ട് ഫ്രെയിംസ്, ഒന്നാമത്തെ ഫ്രെയിം നമ്മുടെ ലാബ് സിസ്റ്റത്തിന്റെ ഫ്രെയിമാണ്, നമ്മൾ ഒരിടത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലാബ് സിസ്റ്റം ഇപ്പുറത്തൂടെ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊബിലിറ്റി ഉള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വെലോസിറ്റി, നമ്മൾ ആ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞ സമയത്ത് അവിടെ പറഞ്ഞത് ഈ ഒരു വെലോസിറ്റിയുടെ കാര്യം. ഈ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണ്. അപ്പോൾ ഈ മൂവ് ചെയ്യുമ്പോൾ ഇതിന് വിത്ത് റെസ്പെക്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യാം, ഒരു കൈനറ്റിക് എനർജി വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ TCMന്റെ വാല്യൂ, TCM ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ സെന്റർ ഓഫ് മാസ് സിസ്റ്റം വിച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 പ്ലസ് M2 ഇൻറ്റു V സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, V സ്ക്വയർ എന്ന് കിട്ടും. അതായത് രണ്ട് കോർഡിനേറ്റിനെ കൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇക്വേഷൻ ആണ് TCM is equal to ഹാഫ് ഇൻറ്റു
m1 plus m2 into v square എന്ന് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ കണക്ഷൻ റിലേഷൻ T0 is equal to T0 dash പ്ലസ് TCM എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ കൂടി അവിടെ അറിഞ്ഞിരിക്കാം. ഇത് പ്രോബ്ലം ഒക്കെ തരുന്ന സമയത്ത് അവർ പറയുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയിരിക്കാം, അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി, ഫൈൻഡ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻ എഴുതുന്ന സമയത്ത് അത് ഓർത്തിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ മെയിൻലി നമുക്ക് ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ അവിടെ നമുക്ക് ഇനിഷ്യൽ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി ഒക്കെ വരും. അപ്പോൾ ആ ഒരു കേസ് ഓർത്തിരിക്കണം. പിന്നെ ഈ ഒരു റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻസ് എല്ലാം എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിച്ചിരിക്കുക. എന്താണ് വ്യത്യാസം ഓരോന്നും തമ്മിൽ. ഓക്കെ, എല്ലാം കൈനറ്റിക് എനർജിയാണ്, എല്ലാം M1 U1 ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മാറിപ്പോവാൻ പഠിക്കുമ്പോൾ പക്ഷെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ അതാണ് T0 T0 ഡാഷ് പ്ലസ് TCM എന്ന് പറയുന്നത്. ഇത് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഇൻ ദ സെന്റർ ഓഫ് മാസ് സിസ്റ്റം. ഓക്കെ, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഇൻ ദ സെന്റർ ഓഫ് മാസ് സിസ്റ്റം ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി ഇതേപോലെ അടുത്ത എന്ത് ചെയ്യണം, അടുത്ത കേസ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നില്ല, കൺസേർവ്ഡ് ആയിരിക്കത്തില്ല. ടോട്ടൽ എനർജി എന്നാലും കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ സ്കാറ്ററിംഗ്, ദാറ്റ് ഇസ് T0 is equal to T0 dash is equal to T1 dash plus T2 dash ആയിരിക്കും. ആഫ്റ്റർ സ്കാറ്ററിംഗ് നേരത്തെ നമ്മൾ എഴുതിയ റിലേഷൻ വെച്ച് നോക്കാം. ഓക്കെ, ആഫ്റ്റർ സ്കാറ്ററിംഗ് ഇത് എന്തായിരിക്കും, ദിസ് ഈസ് ദ T1 ഡാഷ് വാല്യൂ, T1 വാല്യൂ, ഇത് T2 വാല്യൂ. അപ്പോൾ നമുക്ക് സെന്റർ ഓഫ് മാസിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെ എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് ദ ആഫ്റ്റർ സ്കാറ്ററിംഗ് T0 ഡാഷ്. ഞാൻ പ്രത്യേകിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ വരും. ഇവിടെ ഒരു ഡാഷ് വാല്യൂസ് വരുന്നേ ഉള്ളൂ. ഓക്കെ, T1 ഡാഷ് പ്ലസ് T2 ഡാഷ് ആയിരിക്കും. കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ എനർജി ടേംസ് കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനർജി ടേംസ് വരുന്നത്, ഇസ് ഷോയിങ് ദ മാസ് ക്യാൻ ബി കൺവേർട്ട് ടു എനർജി. ഓക്കെ, മാസോടെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് സിസ്റ്റത്തിന്റെയും സ്കാറ്ററിംഗിന്റെ കൈനറ്റിക് എനർജീസ് നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോസ് ആക്കി എടുക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ ചെയ്താൽ ഇനി E1ന്റെ വാല്യൂസ് ഒക്കെ അറിയാം, നേരത്തെ എടുത്ത് വെച്ച അതേ വാല്യൂസ് തന്നെ. E1 is equal to M1 star minus M1 into C square. Okay, A2 is equal to M2 star minus M2 into C square എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോസ് എന്ത് ചെയ്യാം, രണ്ട് കൈനറ്റിക് എനർജീസിന്റെ റേഷ്യോസ് എടുക്കാം. അതായത് T0യുടെയും T0 ഡാഷിന്റെ, ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഫോർ ദ ലാബ് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെയും കൈനറ്റിക് എനർജീസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനിഷ്യൽ കൈനറ്റിക് എനർജീസ്. ഓക്കെ, ഇനിഷ്യൽ കൈനറ്റിക് എനർജീസിന്റെ റേഷ്യോസ് എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് T0 ബൈ T0 ഡാഷ് എന്ന രീതിയിൽ. ഓക്കെ, ഇത് ഇനിഷ്യൽ ആണ്, ഫൈനൽ ആണ്, നമ്മൾ സ്മോൾ ആയിട്ട് എടുത്തിരിക്കും. ഓക്കെ, ഇനിഷ്യൽ. അപ്പോൾ നമ്മളിവിടെ രണ്ട് കൈനറ്റിക് എനർജീസിന്റെ റേഷ്യോസ് എടുക്കുന്നു. വി ആർ ഗെറ്റിംഗ് ഹാഫ് ഇൻറ്റു M1 U1 സ്ക്വയർ ഡിവൈഡ് ബൈ ഹാഫ് ഇൻറ്റു M1 U1 ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു M2 U2 ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് വിച്ച് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് M1 ബൈ M2 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ കിടക്കുന്ന മുകളിൽ കിടക്കുന്ന U1 സ്ക്വയറും താഴെ U1 ഡാഷ് സ്ക്വയറും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് M1 ബൈ M2 നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ T0 ബൈ T0 ഡാഷ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് M1 ബൈ M2 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ ഈ T0 വിച്ച് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ എന്തായിരിക്കും, T0 ഡാഷ് ആയിരിക്കും. T0 ഡാഷിനെ കാട്ടി T0യുടെ വാല്യൂ എന്തായിരിക്കും, അവിടെ കുറവായിരിക്കും. അപ്പോൾ അതിൽ ഈ T0 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, സെന്റർ ഓഫ് മാസിന്റെ വാല്യൂ ആണ്. ഓക്കെ, സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലെ കൈനറ്റിക് എനർജിയാണ്. T0 എന്ന് പറയുന്നത് ലാബ് സിസ്റ്റത്തിലെ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ലാബ് സിസ്റ്റത്തിലാണ്, ഇത് സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലാണ്. അപ്പോൾ ലാബ് സിസ്റ്റത്തിലുള്ള ബാക്കി കൈനറ്റിക് എനർജി എവിടെ അപ്പിയറിംഗ്, വിച്ച് വിൽ അപ്പിയർ ഓൺ ദ സെന്റർ ഓഫ് മാസ് സിസ്റ്റം. ഓക്കെ, ലാബ് സിസ്റ്റവും സെന്റർ ഓഫ് മാസ് സിസ്റ്റം ഒരേപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് v വെലോസിറ്റിയിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ലാബ് സിസ്റ്റത്തിൽ കൈനറ്റിക് എനർജി കുറവായിരിക്കും. അപ്പോൾ ലാബ് സിസ്റ്റത്തിൽ കൈനറ്റിക് എനർജി കുറവായിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബാക്കി കൈനറ്റിക് എനർജി എവിടെ അപ്പിയർ ചെയ്യും, വിച്ച് വിൽ അപ്പിയർ ഓൺ ദ സെന്റർ ഓഫ് മാസ് സിസ്റ്റം. ഓക്കെ, അതായത് TCM ആയിട്ട് അവിടെ അപ്പിയർ ചെയ്യും. ഓക്കെ, TCM നമ്മൾ നേരത്തെ ഒരു വാല്യൂ എടുത്തല്ലോ TCMന്, കണ്ടോ, ഈ ഒരു വാല്യൂ, അതല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു കമ്പാരിറ്റീവ് വാല്യൂ, ഓക്കെ, റിലേറ്റീവ് വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അത് TCM ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1 മാറ്റി കഴിഞ്ഞാൽ അവിടെ നമുക്ക് T1 ഡാഷ് ബൈ T2 ഡാഷ് എന്ന് കൊടുക്കാം. T1 ഡാഷ് ബൈ
T2 dash which will be equal to M2 by M1 എന്ന് കിട്ടും. ഓക്കെ, ഈ റിലേഷനിൽ. അപ്പോൾ രണ്ട് കൈനറ്റിക് എനർജിയുടെയും കമ്പയർ എടുക്കുന്നതാണ് കേട്ടോ. T1 ഡാഷും T2 ഡാഷും. ഓക്കെ, U1 by U2 ആ ഒരു വാല്യൂ വരും. അതിൽ U1ൻ്റെയും U2ൻ്റെയും വാല്യൂ നമ്മൾ പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ U2 വാല്യൂ മാറ്റി കഴിഞ്ഞാൽ മാസ് വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആ ഒരു മാസിന്റെ റേഷ്യോസ് ആയിട്ട് എടുക്കാം. ഇത് M1 ആണ്, സോറി M2 by M ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു വാല്യൂസ് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. M1. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ കിട്ടുന്നത് ദാറ്റ് ഈസ് ദ kinetic energy of the center of mass system, അല്ലെങ്കിൽ kinetic energy of the two collining particles in the CM system are inversely proportional to the respective masses. അപ്പോൾ മാസ് കൂടുമ്പോൾ എന്ത് ചെയ്യാം, മാസ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി അവിടെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആ ഒരു റിലേഷൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം T1 ഇവിടെ നോക്കുമ്പോൾ T1 ഡാഷ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഓക്കെ 1/m1 ആണ്. ഉണ്ടോ, തിരിച്ചാണ് വരുന്നത്. അപ്പോൾ ഇൻവേഴ്സ്ലി ആണ്. അപ്പോൾ മാസ് കൂടുമ്പോൾ എന്ത് ചെയ്യാം, ആ കൊളൈഡിങ് പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിളുകളുടെ കൈനറ്റിക് എനർജിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ വേരിയേഷൻ അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, മാസ് കൂടുന്ന സമയത്ത്. അപ്പോൾ അതാണ് ആ ഒരു കൈനറ്റിക് എനർജി ഇൻ ലാബ് സിസ്റ്റം സെന്റർ ഓഫ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുവരെ വലിയ കുഴപ്പമില്ല. ഇവിടെ എത്തുന്ന സമയത്ത് വേറെ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ ഈ ഒരു ഇൻലാസ്റ്റ് സ്കാറ്ററിംഗിന്റെ കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ കൂടുതൽ നമ്മൾ ചെയ്ത ഒരു അഡീഷണൽ ആയിട്ട് ചെയ്ത ഈ T0/T0 ഡാഷ് ചെയ്തു. ഓക്കെ, രണ്ട് സിസ്റ്റത്തിലെയും കൈനറ്റിക് എനർജി നമ്മൾ ഇവിടെ കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് 1+m1/m2 കാരണം ആ ഒരു വേരിയേഷൻ അറിയാനായിട്ട്. ഓക്കെ, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കിട്ടിയ റിലേഷൻ ആണ് T0യെ കാട്ടിയും T0 ഡാഷ് കുറച്ച് എന്താണ് ഹയർ ആണ്, അല്ലെങ്കിൽ T0 എന്താണ് കുറച്ച് കുറവാണ്. ലാബ് സിസ്റ്റത്തിൽ കൈനറ്റിക് എനർജി കുറച്ച് കുറവാണ്. അപ്പോൾ അത് എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്, വിച്ച് വിൽ അപ്പിയർ ആസ് TCM. ഓക്കെ, TCM എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സിസ്റ്റം മൂവ് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ ഒരു വെലോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വെലോസിറ്റി കൈനറ്റിക് എനർജി ആയിട്ട് TCM ആയിട്ട് അവിടെ മാറുന്നത്. ഓക്കെ,